ഇന്നിപ്പോൾ രാവിലെ നമ്മുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. ഞാനിന്ന് അധികം നേരത്തെയല്ല, അധികം താമസിച്ചുമല്ല, ഇടയ്ക്കുള്ളൊരു സമയം നമ്മുടെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വന്ന പാടെ നമുക്കിന്ന് കുറച്ച് കറികളൊക്കെ വെക്കണം, ലഞ്ച് പൂജ തയ്യാറാക്കണ്ടേ. വെക്കുന്ന കറികൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാട്ടിത്തരാം കേട്ടോ. അതിനു മുന്നേ ക്ഷീണമൊക്കെ മാറാനായിട്ട് കുറച്ച് ചായയൊക്കെ കുടിക്കണ്ടേ. ചായയ്ക്ക് വെള്ളം വെക്കാനായിട്ട് ഒരുങ്ങിയപ്പോഴാണ് എൻ്റെ കുഞ്ഞിപ്പൂ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നത് കേട്ടോ. കുറേ സമയം ഇങ്ങനെ തോളത്തെടുത്തുകൊണ്ട് ഉലാത്തിയില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഇന്നത്തെ ദിവസം മുഴുവനും പോക്കാട്ടോ. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഉലാത്തി കഴിഞ്ഞിട്ട് ചായക്ക് വെള്ളമൊക്കെ വെച്ചു. ചായ ഇട്ടു കേട്ടോ. ആ പാത്രത്തിൽ നിന്ന് ഈ പാത്രത്തിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് പകർന്നു. അങ്ങനെ ചായയൊക്കെ ഒഴിച്ച് വെച്ചിട്ട് നമ്മുടെ മസാല പുരട്ടി വെച്ചിരുന്ന മീനൊക്കെ പൊരിക്കാനായിട്ട് വെച്ചു കേട്ടോ. നമ്മുടെ ഇന്നത്തെ കൂട്ടാനുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മീൻ പൊരിച്ചതുണ്ട്. ഇനി നമുക്ക് ചുണ്ടയ്ക്കയും ചക്കക്കുരുവും കൂടി തോരനാക്കണം കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ ചായ കുടിക്കാനായിട്ട് പോയി. ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആ പുളിശ്ശേരിക്കുള്ള മാങ്ങയൊക്കെ തൊലി കളഞ്ഞ് വെച്ചു. വെള്ളം ഒഴിച്ച് അടുപ്പിലൊക്കെ വെച്ചു. ഇതാ പറഞ്ഞ് തിരുന്നുണ്ടെങ്കിൽ നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ചമ്മന്തി അരയ്ക്കണം. അതും കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ലഞ്ച് പൂജ തയ്യാറാക്കിയാൽ മാത്രം മതി കേട്ടോ. അപ്പം ഇന്നത്തെ കറികൾ: ചോറ്, മീൻ പൊരിച്ചത്, അച്ചാർ, ചമ്മന്തി, ചുണ്ടയ്ക്കയും ചക്കക്കുരുവും കൂടെ തോരൻ, പിന്നെ നമ്മുടെ പുളിശ്ശേരി. ഇത്രയും റെഡിയാക്കി വെച്ച് ഞാൻ കുളിക്കാനൊക്കെ പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.